ഇനി ഞങ്ങൾക്ക് നല്ല സ്പെഷ്യലാണ് കേട്ടോ. തേങ്ങാച്ചോറും കോഴിയാണ്, ഇളക്കച്ചോറ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? കണ്ടോ, ഉള്ളി, ചെറിയ ഉള്ളിയില്ലേ, അത്, ഉലുവ, ചെറിയ ജീരകം, നാളികേരം, പിന്നെ നമ്മൾ സാദാ ചോറ് അരിയില്ലേ, അത് എല്ലാം കൂടി വെള്ളം കണക്കാക്കിയിട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ സാദാ ചിക്കൻ, ഇതിന്റെ കറി, പിന്നെ അത് അതിക്കൊരു കോമ്പിനേഷനാണ് ഈ പപ്പടം. പിന്നെ ഞാനൊരു തൊട്ടുകൂട്ടാൻ കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ പണ്ട് നമ്മൾ എപ്പോഴും തന്നെ ഉണ്ടാക്കല്. അപ്പൊ ആ ഒരു ഇതിന് അമ്മ എന്ന് പറഞ്ഞോട് തേങ്ങാച്ചോറ് ഉണ്ടാക്കല്ലേന്ന്, അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മേന്റെ 40 ദിവസത്തെ വ്രതം എടുത്തു. ഞങ്ങൾ എടുത്തിട്ടില്ല. കറക്റ്റ് 41 എടുത്ത്. പിന്നെ ഇന്നലെ അമ്മ നോമ്പ് മുറിച്ചു. ഇന്നിപ്പോ നമ്മള് വീട്ടിൽ ഇത് ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ ഈ തേങ്ങാച്ചോറ് കോഴിയൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിട്ടോ. നമുക്ക് നെയ്യും വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല. അതെ, ഞങ്ങള് ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ഇത് ഉണ്ടാക്കലില്ല. പക്ഷെ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കലുണ്ട്, ചിലപ്പോൾ ഉച്ചയ്ക്ക് ആക്കലുണ്ട്, രാത്രി ആക്കലുണ്ട്. അടിപൊളിയുണ്ട് സംഭവം.